ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുടതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. 3-ാം ഭാവം അവരുടെ സഹോദരങ്ങൾ, സഹായികൾ, അവരുടെ ദുർബുദ്ധി, വാശി, പരാക്രമം, ഇതൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ചൊവ്വ. പിന്നെ ചൊവ്വ നിൽക്കുന്ന അവരുടെ 10-ാം ഭാവം അവരുടെ കരിയർ, എല്ലാ രീതിയിലുള്ള തൊഴിലുമായി ബന്ധപ്പെടുന്ന ഭാവത്തിൻ്റെ ആധിപത്യമാണ്. ഇവിടെ 10-ാം ഭാവം ദേവാലയം, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി, എല്ലാ കർമ്മങ്ങളും, ദേവാലയങ്ങൾ, നഗരസഭകൾ, ട്രസ്റ്റ്, മന്ദിരം, ക്ഷേത്രങ്ങൾ, ഇതൊക്കെ ചിന്തിക്കണം. ആജ്ഞ, ആലംബനം, തൻ്റെ കമാൻഡിങ് പവർ, തന്നെ ആശ്രയിക്കുന്നവർ, ഇവരൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് 10-ാം ഭാവം. ഇവിടെ ആ 10-ാം ഭാവത്തിൻ്റെയും സഹോദരാധിപത്യത്തിൻ്റെയും ഒക്കെ ഗ്രഹമായി ചൊവ്വ നിൽക്കുന്നത് നിർഭാഗ്യവശാൽ കുംഭൻ രാശിക്കാർക്ക് ഏത് ഭാവത്തിലാണ്? 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ ചൊവ്വ വന്നാലും, ആദിത്യൻ വന്നാലും, ശനി വന്നാലും വരാഹമിഹിരാചാര്യൻ പറഞ്ഞ ഫലം ഒറ്റൊന്ന് മാത്രമാണ്. പതിത സ്തുരിഭേ ഇതാ പതിത. ഇയാൾ വീഴും, വീഴ്ച വരും. ഇയാൾക്ക് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും വരും. എന്തൊക്കെയാണ് 12-ാം ഭാവം ഉദ്ദേശിക്കുന്നത്? പാപം, വ്യയം, പതനം, വീഴ്ച. നരകം വീഴ്ചയാണ്, ശ്രദ്ധിക്കണം. 12 വരുമ്പോൾ പെട്ടെന്ന് പാദങ്ങൾക്ക് പരിക്ക് വരും, പെട്ടെന്ന് വീഴും, ആക്സിഡൻറ്റ് വരും, വളരെ ശ്രദ്ധിക്കണം. 2 വീലർ യാത്ര ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി യാത്ര ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും പാദങ്ങൾക്ക് ഫ്രാക്ചർ വരും, ഒരു സംശയവുമില്ല. നടു, അസ്ഥി, വലിയ മരത്തിൻ്റെ ഉയരത്തിൽ കയറുന്നവർ ശ്രദ്ധിക്കണം, അസ്ഥി പെട്ടെന്ന് വീഴും, വീഴ്ച വരും. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടെ ഈ ഒരു 40 ദിവസം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രാശികൾ കുംഭൻ രാശിയാണ്. മിഥുനൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം കുംഭൻ രാശിക്കാരും വളരെയധികം ജാഗ്രത പാലിക്കുക. ആരോഗ്യ വിഷയം പ്രത്യേകിച്ച് ചതിക്കപ്പെടരുത്. വീട്ടിൽ കള്ളൻ കയറരുത്. സ്വർണം, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പോയാൽ കള്ളൻ കയറും, ഒരു സംശയവുമില്ല. തൻ്റെ ജോലി നഷ്ടപ്പെടും, കർമ്മമേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകും, വലിയ കർമ്മ തടസ്സങ്ങൾ വരും, ധനം നശിച്ചു പോകും. അനാവശ്യമായി സർക്കാർ പാതിത്യം വീഴ്ച അങ്ങനെയാണ്. പെട്ടെന്ന് വല്ല താൻ ഗവൺമെൻറ്റിനെ പറ്റിച്ചു, ചതിച്ചു എന്നൊക്കെ വന്ന് വലിയ ഫൈൻ വരിക. ഫോർ എക്സാമ്പിൾ KSEBയുമായി ബന്ധപ്പെടുന്ന വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ മില്ലിൽ അവിചാരിതമായി ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് KSFBക്കാർ അവിടെ ഇട്ട് പോകും. പിറ്റേ ദിവസം മുതൽ കറണ്ട് കട്ടായിരിക്കും. നമ്മൾ വർക്ക് മുഴുവൻ നിന്നു. തൊഴിലാളികൾ, നമ്മൾ ആശ്രയിക്കുന്നവർക്ക് മുറിച്ചൽ വരും, സഹായികൾ പിണങ്ങും. കച്ചവടമാണെങ്കിൽ സഹോദരങ്ങളുമായി തർക്കമുണ്ടാകും, ഭൂമി വിവാദങ്ങളുണ്ടാകും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കാശ് അടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇൻഡസ്ട്രിയൽ മേഖല സ്തംഭിക്കുന്നൊരവസ്ഥയാണ് കുംഭൻ രാശിക്കാർ. വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സമയദോഷമുണ്ട്. നിർബന്ധമായും ഇവിടെ കർമ്മമുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ. ഭദ്രകാളി മന്ത്രം ജപിക്കണം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. അപ്രകാരം തന്നെ നിർബന്ധമായിട്ടും ശത്രു ദുരിതം മാറാൻ വേണ്ടി ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുക, ശത്രു സംഹാര കുരുതി ചെയ്യുക. ചെയ്തേ മതിയാവുകയുള്ളൂ. ധാരാളം കാശും കൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കരുത്. പെട്ടെന്ന് തട്ടിപ്പറിക്കും ആരെങ്കിലും. ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. പ്രതിസന്ധി തളരരുത് കുംഭൻ രാശിക്കാർ. പ്രിയമുള്ളവർ, വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സമയത്തെ നാം നേരിടുക അചഞ്ചല മനസ്സോടുകൂടി. ചഞ്ചല മനസ്സ് വന്നാൽ പലപ്പോഴും തനിക്ക് ഉത്തരം ലഭിക്കില്ല. ശതാക്ഷോഭിതൽ തക്ഷുതോ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരുതി. ലോഹം മുതലായ വസ്തുക്കളാൽ അപകടങ്ങൾ വരിക, എന്തെങ്കിലും തട്ടി വീഴുക, പരിക്ക് വരിക, ഇലക്ട്രിക്കലായി ബന്ധപ്പെടുന്ന വസ്തുക്കളെ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുക, ആഗ്നികമായ യന്ത്രങ്ങളെ കൊണ്ട് അപകടങ്ങൾ വരിക, ധനനാശം ഉണ്ടാവുക, ആശുപത്രി പോയി കിടക്കേണ്ടി വരും, ഇൻഷുറൻസ് എടുക്കണം. ശരി. മൃഷ കിംവദന്തി വയം ദുസ്യുതവ, കള്ളൻ്റെ ഉപദ്രവം, കിംവദന്തികളെ ഭയക്കേണ്ടി വരും. അനാവശ്യമായ
വാദപ്രതിവാദങ്ങളിൽ പോയി ചാടരുത്. കലി പാരതി ഹേതു ദുഃഖം വിചിന്തി. ഒന്നും നല്ല ഫലമല്ല. വളരെ ജാഗ്രത പാലിക്കുക ദയവ് ചെയ്ത് കുംഭൻ രാശിക്കാർ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.